ഡൽഹിയിലെ ഇസ്രയേൽ എംബസിക്ക് സമീപമുണ്ടായ പൊട്ടിത്തെറിയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത കത്ത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം 5:20 ഇസ്രയേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നതായി അഗ്നിരക്ഷാ സേനയ്ക്ക് വിവരം ലഭിച്ചത്. NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ വൈകിട്ട് 5:20 ഈ അഗ്നി സുരക്ഷാ സേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്നത്. തുടർന്ന് ആ മേഖലയിൽ പരിശോധനയൊക്കെ നടത്തിയെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സ്ഫോടക വസ്തുവിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയ സ്ഫോടനം നടന്നതായിട്ടുള്ള വിവരമോ സ്ഥിരീകരിക്കാനായിട്ട് സാധിച്ചില്ല. എസ് കെ ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഇസ്രയേൽ എംബസിക്ക് മുൻപ് നടന്ന IED സ്ഫോടനം, അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വളരെ കർശനമായിട്ടുള്ള സുരക്ഷയാണ് ഇപ്പോൾ തന്നെ ഈ എംബസിക്ക് മുന്നിൽ ഒരുക്കിയിരുന്നത്. പക്ഷേ അത് അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നു എന്ന ഒരു പരാതി, അത് വലിയ ഗൗരവത്തിലാണ് ഇപ്പോൾ സുരക്ഷാ സേനയടക്കം എടുത്തിരിക്കുന്നത്. സമീപത്ത് നിന്ന് ഒരു കത്ത് കണ്ടെടുത്തിട്ടുണ്ട്. ഈ കത്ത് ഇസ്രായേൽ അംബാസഡറിന് ഉള്ളതാണ്. അദ്ദേഹത്തിന് ഉള്ള ഒരു ഭീഷണി കത്താണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം അടക്കം ഉള്ള കാര്യങ്ങൾ തിരിച്ചറിയുക എന്നതുൾപ്പെടെയാണ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം. ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥർ ഈ പുക ഉയർന്ന മേഖലയിൽ അടക്കം വന്ന് പരിശോധനകൾക്ക് ഈ അന്വേഷണ സംഘത്തോടൊപ്പം സഹകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അങ്ങനെ വളരെ ശക്തമായിട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ NIA അടക്കമുള്ള ഏജൻസികൾ ഉള്ളത്. NIAയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇന്ന് ഈ സംഭവ സ്ഥലത്ത് എത്തും. ഇവിടെയുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പരിശോധന അവരും നടത്തും. കഴിഞ്ഞ തവണയുണ്ടായ IED സ്ഫോടനത്തിന് തുമ്പുണ്ടാക്കിയതും NIAയുടെ പരിശോധനയിൽ അന്വേഷണത്തിലായിരുന്നുവെന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടാകുന്ന സാഹചര്യവും NIA തന്നെ പരിശോധിക്കും എന്നാണ് ഇപ്പോഴത്തെ അറിയുന്നത്. ഡൽഹി പോലീസ് ഈ മേഖലയിലെല്ലാം കൂടുതൽ അവരുടെ ഡൽഹി പോലീസ് സേനാംഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് വളരെ കർശനമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹിയിലെ ഇസ്രായേൽ എംബസി ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രഹസ്യാന്വേഷണ ഏജൻസികളുടെ പക്കൽ ഉള്ള വിവരമാണ്. മുൻപും പല വർഷങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആക്രമണ ശ്രമങ്ങൾ ഇസ്രായേലി എംബസിക്ക് മുമ്പ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യമാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിന് നൽകുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിലയിരുത്തൽ, വിവിധ ഏജൻസികളുടെ ഒരു വിലയിരുത്തൽ യോഗം നടക്കും. ഈ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരിഷ്കരണം വേണമെങ്കിൽ മേഖലയിലൊക്കെ CCTV കഴിഞ്ഞ തവണ IED സ്ഫോടനം ഉണ്ടായപ്പോൾ തന്നെ സ്ഥാപിച്ചിരുന്നു. അതിൽ നിന്ന് സംഭരിക്കുന്ന ദൃശ്യങ്ങളും ഇന്ന് പരിശോധിച്ച് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അന്വേഷണം ഇനി മുന്നോട്ട് പോകുന്നത്. SK. താങ്ക് യു രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.